സവാള ജോസല്ലേ കുട്ടിയുള്ള പോക്കാണല്ലോ. നമ്മുടെ ഗോവിന്ദൻ മാഷ് ആകപ്പാടെ കലിപ്പിലാണ്. ഓർഡിനറി ബസ് എന്നല്ലല്ലോ പറഞ്ഞത് കൊണ്ട് ആണോ? അതാണ് പ്രശ്നം. എങ്ങനെ കലിക്കാതിരിക്കും? എവിടെ തിരിഞ്ഞൊന്നും നോക്കിയാലും അവിടെ എല്ലാം പൂത്ത തെറികൾ മാത്രം. ഇങ്ങനെ തെറി വിളിക്കരുത്, ഇങ്ങനെ തെറി വിളിക്കരുത്. പാർട്ടിയെ തിരുത്താനുള്ള വഴികൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് പൊതുജനങ്ങൾക്കായി മൊബൈൽ ആപ്പ് കൊടുത്ത് ആപ്പിലായിരിക്കുകയാണ്. മൊബൈൽ ആപ്പിലേക്ക് സന്ദേശം അയച്ച സകല മനുഷ്യരും ഗോവിന്ദൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞതോടെ എനിക്കും പിണറായിക്കും ഇറങ്ങിപ്പോകാൻ സൗകര്യമില്ല എന്നായി. ഞങ്ങളെ ഇറക്കി വിടാമെന്നുള്ള പൂതി എല്ലാവന്റെയും മനസ്സിലിരിക്കട്ടെ എന്നായി. അപ്പോഴാണ് UDF സർക്കാർ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി 15 മുതൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം നൽകുന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നല്ലാതെ അതിൽ LDF-ലെ MLA-മാരെയും ക്ഷണിച്ചിട്ടുണ്ടവർ. പക്ഷെ വരാൻ സൗകര്യമില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അതിന്റെ കാരണമാണ് രസകരം. അത് വളരെ വളരെ ഭാഗികമായ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഹൃദയകക്ഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ത്രീകൾക്ക് സൗജന്യ വിമാനയാത്ര, കപ്പൽ യാത്ര, ട്രെയിൻ യാത്ര, സൂപ്പർ ഫാസ്റ്റ് ബസ് യാത്ര തുടങ്ങിയവയൊക്കെ ആയിരുന്നല്ലോ സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ആ തേണ്ടി RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം. അതുകൊണ്ട് UDF-കാര് കൊടുത്ത KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രയെ പുച്ഛത്തോടെ നോക്കാനേ ഗോവിന്ദൻ മാസ്റ്റർക്ക് കഴിയുന്നുള്ളൂ. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും എവിടെ സൗജന്യമായി യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം. പ്രാക്കുളത്തോടുന്ന ഒരു പെട്ടി ഓട്ടോയ്ക്ക് CPM നാഷണൽ പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ബേബി ട്രാൻസ്പോർട്ട്. അതുപോലെ അല്ല ഇത്. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി യാത്ര ചെയ്യാം. ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? സംസ്ഥാനത്തോടുന്ന KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താൽ സ്ത്രീകൾക്ക് ഇന്ത്യ മുഴുവൻ പോകാമെന്ന് ഗോവിന്ദനല്ലാതെ മറ്റാരെങ്കിലും ധരിക്കുമോ? എന്തൊക്കെ പറഞ്ഞാലും ദുർമാരി മറ്റടുത്ത പരിപാടി തന്നെയാണ്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി യാത്ര ചെയ്യാം. ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം. ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും KSRTC ബസ്സിൽ പോകാമെന്ന് പറഞ്ഞത് പിണറായി വിജയനായിരിക്കും. ദേശീയ പാർട്ടി ഇപ്പൊ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്നത് കൊണ്ട് ഡൽഹിയിൽ പ്രസ്ഥാനത്തിന്റെ ആവശ്യത്തിന് ഇവിടെ നിന്നുള്ളവർക്ക് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകണ്ടേ? ഇവിടെ ഉള്ളവർ തന്നെയല്ലേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകേണ്ട അത്യാവശ്യം ഉണ്ടല്ലോ. അങ്ങനെ ഡൽഹിയിലും ബംഗാളിലും ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ അടിമകൾക്ക് അവസരം ഒരുക്കി തരാമെന്ന് പിണറായി വിജയൻ നിങ്ങളുടെ പാർട്ടി ക്ലാസ്സിൽ വല്ലതും പ്രസംഗിച്ചായിരിക്കും. അതിന്റെ ഓർമ്മയിലായിരിക്കും മാസ്റ്റർ ഇങ്ങനെ പുലമ്പുന്നത്. കഷ്ടം. ആ പറഞ്ഞു വന്നിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം ഏതാണ്ട് 1000 ബസ്സിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. 1000 അല്ല, 3125 ബസ്സുകളിൽ. സത്യം പറഞ്ഞാൽ ഒരു മാസത്തിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ നടത്തിക്കൂട്ടുമെന്ന് ഗോവിന്ദന് ഒരു ചിന്തയുമില്ലായിരുന്നു. അതെ, ഇങ്ങനെ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ഇപ്പോൾ സഖാക്കൾ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷ സർക്കാരും ഈ സൗജന്യ യാത്രയെ പറ്റി ആലോചിച്ചിരുന്നതാണ്. അപ്പോൾ പിണറായി സഖാവ് പറഞ്ഞു, അങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്താൽ കേരളത്തിലെ സ്ത്രീകൾക്ക് അഷ്ടിക്ക് വകയില്ലാത്തവരാണ് എന്നൊരു തെറ്റായ സൂചന ഇതര സംസ്ഥാനങ്ങൾക്കുണ്ടാകും. അവർക്ക് വരുമാന മാർഗം ഇല്ലെന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് നാണക്കേടല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ സൗജന്യം കൊടുക്കാതിരുന്നത്. നവോത്ഥാന കേരളത്തിലെ വിജയന്റെ സ്ത്രീജനങ്ങൾ അങ്ങനെ കാശില്ലാത്തവരാണെന്ന് ആരും പറയരുത്. കഴിഞ്ഞ 10 കൊല്ലത്തെ കയ്യിലിരിപ്പ് എല്ലാം അങ്ങ് മുക്കിയിട്ട് 1 മാസം മുമ്പ് കയറിയ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. 2500 രൂപ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാണ് രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷെ ഇറങ്ങിപ്പോകുന്നതിന്റെ തലേന്നാണ് അത് 2000 ആക്കിയത്. തൊട്ടതെല്ലാം പിഴച്ചിട്ടും ഗോവിന്ദന് മൊത്തത്തിലങ്ങ് പരിഹാസമാണ്. അത് മലബാറിൽ തീരെ ഓർഡിനറി ബസ് ഇല്ല, വളരെ അപൂർവേ ഉള്ളൂ. ഇവിടെ മലബാർ മേഖലയിൽ ഓർഡിനറി ബസ്സുകളൊന്നും ഇല്ലേ? കഴിഞ്ഞ 10 കൊല്ലങ്ങൾ ഏത് കഴിവുകെട്ടവന്മാരാ സഖാവെ നമ്മുടെ നാട് ഭരിച്ചത്? പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ആശാവർക്കർമാർക്ക് 3000 രൂപ കൊടുത്തപ്പോഴും അവർക്ക് പരിഹാസമായിരുന്നു. 21,000 ഉറുപ്പിക ഞങ്ങൾ കൊടുക്കും ആർക്ക്? ആശാവർക്കർമാർക്ക് എന്ന് പറഞ്ഞത്. അതും നിങ്ങൾ ചുരുങ്ങിയ ഒരു പണം കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ പറയുന്നതൊന്നുമല്ല നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ കാര്യം വിമർശനപരമായി ചൂണ്ടിക്കാണി. നിങ്ങളെ കൊണ്ട് അന്തരീക്ഷത്തിൽ കേരളയിലുണ്ടാക്കി അതിൽ നടന്ന അപ്പക്കച്ചവടം ചെയ്യാനല്ലേ കഴിഞ്ഞുള്ളൂ? ആകാശ ട്രെയിൻ ഓടിക്കാനല്ലേ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞുള്ളൂ? തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കിയപ്പോൾ
എന്തുകൊണ്ട് മുഴുവൻ ബസ്സിലുമാക്കുന്നില്ല എന്നായി. കഴിവുള്ളവർ കയറി പറഞ്ഞ വാക്ക് പാലിച്ച് അവര് കാര്യങ്ങൾ നടത്തുന്നു. അതിനിങ്ങനെ കൂടെ കൂടെ വയറിളക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? നിപ്പയ്ക്കുള്ള മരുന്ന് 2 ഡപ്പി പോലും ബാക്കി വെക്കാതെയാണ് കഴിഞ്ഞ സർക്കാർ ഇറങ്ങിപ്പോയത്. അത് വിദേശത്ത് നിന്നും കൊണ്ടുവരാൻ വൈകിയതിനായി പിന്നീടത്തെ കുറ്റപ്പെടുത്തൽ. കമ്മ്യൂണിസം പെട്ടെന്ന് തൊലയേണ്ടത് കൊണ്ട് നിങ്ങൾ തന്നെ ഈ സ്ഥാനത്തിരുന്ന് ദിവസവും മാധ്യമങ്ങളെ കാണണം. ഗോവിന്ദ മാസ്റ്റർ ഓരോ തവണ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോഴും 50 100 വോട്ടുകൾ വീതം കുറഞ്ഞുകൊണ്ടിരുന്നു. ആ വാസ്തവത്തെ നമുക്ക് മുന്നോട്ട് ഉറപ്പിക്കണം മാസ്റ്ററെ. മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള കാശ് എത്രയോ നീക്കിയിരിപ്പാണ്. നിപ്പയും എബോളയും ഒക്കെ ഇവിടെ വന്ന് സംഹാര താണ്ഡവമാടുമെന്ന് കരുതി കൊതിച്ചു, അതും വെറുതെയായി. ഒടുവിൽ മരുമകന്റെ ഒരു മൂടുനിരങ്ങൽ സമരവും. MLA ഓഫീസിൽ നിന്ന് വിളിക്കുന്നതും ഈ സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് വിളി കേൾക്കുന്നതും രണ്ടല്ലേ? ഞാൻ അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് ഇതിലൊരു മറുപടി കിട്ടണം. ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. അങ്ങേർക്ക് കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരെ ഫോൺ വിളിച്ച് ആശ്വസിപ്പിച്ചേ പറ്റൂ. മുട്ടി നിൽക്കുക, അതങ്ങേരുടെ അവകാശമാണെന്നാ പറയുന്നത്. MLA ഈ വിളിക്കുന്നത് കേൾക്കാനും പാടില്ല എന്നാണ് ആരോഗ്യമന്ത്രിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ഇപ്പൊ ഇതിന് സമാധാനം പറയണം. എന്തായാലും മുൻ റിയൽ മന്ത്രിയുടെ ഒരു അവസ്ഥയെ ഇടയ്ക്ക് ഇങ്ങനെ വരും, വായ തുറക്കും, പ്രഹസനം നടത്തും, നാട്ടുകാരുടെ തെറി കേൾക്കും, തിരിച്ചു പോകും. ഞാനിവിടുത്തെ MLA അല്ലേ? ഇപ്പൊ എത്ര പേരെ വിളിച്ചു? അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? ഒരു MLA നിങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേന്ന്? എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറം. കുറച്ചെങ്കിലും നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ എഴീച്ചു പോറിയാസണ്ണ. ടൂറിസം പോലെ ഉപയോഗിക്കാൻ ഉൾപ്പെടെയെല്ലാം എന്തൊക്കെയാ പറഞ്ഞു വന്നത്? എന്തൊക്കെയോ പറഞ്ഞെന്നോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കേരളയിൽ മാത്രമല്ല, 2500 പെൻഷൻ, കെ ഫോൺ, വൈഫൈ, മലപ്പുറം കത്തി, അമ്പും വില്ലും എല്ലാം സൗജന്യം. ഒരാഴ്ച കൂടി പുറത്തു തരാമെന്ന് താനല്ലേ പറഞ്ഞത്? അവസാനം പവനായി ശവമായിട്ടും വായ്ത്താളത്തിന് മാത്രം കുറവില്ല. ഒരു ജനകീയ സർക്കാർ 1 മാസം കൊണ്ട് ഇത്രയുമൊക്കെ ചെയ്തു തീർക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല ഗോവിന്ദ. ഇതിനിടയിലുണ്ടായ 2 നിയമന പിഴവ് സർക്കാർ ഉടൻ തിരുത്തുകയും ചെയ്തു. നീ കുറെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിഷയം അതൊന്നുമല്ല ഗോവിന്ദ സാറേ. ബുധനാഴ്ച ED വീണ്ടും മകളെ സമൻസ് അയച്ച് ക്ഷണിച്ചിരിക്കുകയാണ്. കട്ടയും കുറുവടിയും മുട്ടയുമായി വേഗം വരൂ സഖാക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചാലും ഇനി ആരും വരാൻ പോകുന്നില്ല. AKG സെന്ററിന്റെ വിലാസത്തിൽ കള്ളക്കമ്പനി തുടങ്ങിയതിന്റെ പേരിൽ ഗോവിന്ദനെ ഇനി അവർ വിളിക്കുമോ എന്ന് ആർക്കറിയാം. എന്തായാലും സ്ത്രീകൾ സൗജന്യ യാത്രയ്ക്ക് തുടങ്ങുകയാണ്. അതെനിക്കിഷ്ടമില്ല. ഗോവിന്ദൻ പറയുന്നത് ഇടതുപക്ഷക്കാരും ഈ സൗജന്യത്തിന് ബസ്സിൽ കയറില്ല എന്നായിരിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യും മാസ്റ്ററെ, സർക്കാരിന്റെ സൗജന്യ യാത്രയ്ക്ക് ബദലായിട്ട് നിങ്ങളുടെ പാർട്ടി മുൻകൈ എടുത്ത് കുറച്ച് ബസ് സർവീസുകൾ അങ്ങ് തുടങ്ങുക. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒതുക്കണ്ട, പുരുഷന്മാർക്കും ഫ്രീ. എപ്പടി? ഇടതുപക്ഷക്കാരെല്ലാം ടിക്കറ്റ് എടുത്തു മാത്രമേ യാത്ര ചെയ്യാവൂ എന്ന് ആഹ്വാനം ചെയ്ത് ഈ പരിപാടിയെ നമുക്ക് പൊളിക്കണം സഖാവേ. എന്തായാലും ഗോവിന്ദൻ ഉറങ്ങാത്ത രാത്രികളാണ് ഇനിയും വരാൻ പോകുന്നത്.